ഹായ്, നമുക്കിന്ന് ഷോൾഡറിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് നോക്കാം. തുടക്കക്കാരായ ആൾക്കാർക്ക് ഒരുപാട് ഡൗട്ടുള്ള ഒരു സെഷനാണിത്. കാരണം നമ്മുടെ നെക്കിൻ്റെ ഡെപ്ത്ത് കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഷോൾഡറിന് എത്ര വേണം നമ്മൾ വ്യത്യാസം കൊടുക്കേണ്ടത്, നമ്മൾ ഷോൾഡർ എത്ര എടുക്കണം. മിക്കവാറും പേര് എടുത്ത് വരുമ്പോൾ ഷോൾഡർ ലൂസായി പോവും. നമ്മൾ നെക്കിൻ്റെ വിട്ത്ത് നമ്മൾ ഇറക്കുന്നതിനനുസരിച്ച് ഷോൾഡർ നമ്മൾ അളവ് വ്യത്യാസപ്പെടുത്തി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഷോൾഡർ ലൂസ് വരാൻ ഒരുപാട് ചാൻസ് കൂടുതലാണ്. ബാക്ക് കഴുത്തിറക്കം കൂട്ടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഷോൾഡറിനകത്ത് എത്ര വ്യത്യാസം വരുത്തണം എന്നതിൻ്റെ കണക്കാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളത് ഒരു ബുക്ക് പേനെടുത്ത് എഴുതിയെടുത്താൽ നന്നായിരിക്കും. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഷോൾഡറിനകത്തും നെക്കിനകത്തും വരത്തില്ല. നിങ്ങൾക്ക് എത്ര ഡീപ്പ് നെക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഉറപ്പാണ് കേട്ടോ. ഇത് നിങ്ങൾ കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. ഇത് ചുരിദാറിൻ്റെ ഷോൾഡർ ക്ലാസ്സാണ് കേട്ടോ. കാരണം ബ്ലൗസിനകത്ത് ചെറിയ വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് ചുരിദാറിൻ്റെ ക്ലാസ്സാണ് ഞാനീ പറയുന്നത്. നമുക്ക് നോക്കിയാലോ. നെക്കിൻ്റെ ലെങ്താണ് കേട്ടോ ഞാനിവിടെ എഴുതുന്നത്. 1 മുതൽ 9 വരെയുള്ള കണക്കുണ്ട്. ഇത് ബോഡിയിൽ നിന്നെടുത്ത ഷോൾഡർ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വ്യത്യാസം വരുത്തേണ്ടതെന്ന് നോക്കാം. നെക്കിൻ്റെ വൈഡ് നമുക്ക് എത്ര വേണമെങ്കിലും കൂട്ടി കൊടുക്കാൻ പറ്റും. പക്ഷേ ഞാൻ ഈ പറയുന്ന കണക്കിൽ നിങ്ങൾ ഷോൾഡർ കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. മാക്സിമം 4 ഇഞ്ച് വരെയൊക്കെയാണ് നമ്മൾ നെക്കിന് വൈഡ് കൊടുക്കുന്നത്. അത് 2 ഇഞ്ച് മുതൽ 2, 2.5, 3, 3.5, 4 ഇഞ്ച് വരെയൊക്കെയാണ് നെക്കിന് നമ്മൾ വൈഡ് ചെയ്യാം. നമുക്ക് നെക്കിൻ്റെ ആ ഒരു ഇറക്കം വരുന്നതിനനുസരിച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. 1, 2, 3 ഈ ഒരു രീതിയിലാണ് നെക്കിൻ്റെ ഇറക്കം വരുന്നതെങ്കിൽ നിങ്ങൾ ആ ഷോൾഡറിൻ്റെ സെയിം നമ്മുടെ ബോഡിയിൽ നിന്ന് എടുത്താൽ അതേ സെയിം ഷോൾഡർ കൊടുത്താൽ മതി. അതിനകത്ത് ഒരു 1/2 ഇഞ്ച് പോലും നിങ്ങൾ വ്യത്യാസപ്പെടുത്തേണ്ട കാര്യമില്ല. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഷോൾഡറിനകത്ത് നിങ്ങൾ ഒരിക്കലും തയ്യൽ തുമ്പ് ആഡ് ചെയ്യരുത്. ഞാനീ പറയുന്നത് മുഴുവൻ തയ്യൽ തുമ്പ് ആഡ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക. പിന്നെ അതേപോലെ തന്നെ 4 ഇഞ്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ഷോൾഡറിൽ നിന്ന് ഒരു 1 ഇഞ്ച് നമ്മൾ കുറച്ച് കൊടുക്കണം. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു 14 ഇഞ്ചാണ് ഷോൾഡറെങ്കിൽ 4 ഇഞ്ചാണ് നിങ്ങൾക്ക് കഴുത്തിറക്കം വരുന്നതെങ്കിൽ നിങ്ങൾ 1 ഇഞ്ച് ഷോൾഡറിൽ നിന്ന് കുറച്ച് കൊടുക്കണം. അതായത് 14 ഇഞ്ച് -1 ആകുമ്പോഴത്തേക്ക് 13 ഇഞ്ച്. 13 ഇഞ്ചിൻ്റെ നേർപകുതി നമ്മൾ മാർക്ക് ചെയ്യണം. അതേപോലെ 5 ഇഞ്ചാണ് വരുന്നതെങ്കിൽ നമ്മൾ 1.5 ഇഞ്ച് കുറയ്ക്കണം ഷോൾഡറിൽ നിന്ന്. എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളുടെ ഷോൾഡർ ഒരു 15 ഇഞ്ചാണെന്ന് വിചാരിക്കുക. അതിൽ നിന്ന് ഈ 1.5 ഇഞ്ച് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുന്ന 13.5. അതായത് ഈ 5 ഇഞ്ച് നെക്കാണ് നിങ്ങൾ ഇറക്കം കൊടുക്കുന്നതെങ്കിൽ ആണ് ഞാൻ ഈ 1.5 ഇഞ്ച് കുറയ്ക്കാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ 5 നിന്ന് 1.5 ഇഞ്ച് കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 13.5 ഇഞ്ച് കിട്ടും. അപ്പോൾ ഈ 13.5 ഇഞ്ചിനകത്ത് നിങ്ങൾ ഒരിക്കലും തയ്യൽ തുമ്പ് ആഡ് ചെയ്യരുത്. അത് അതേപോലെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പകുതി അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ തുണി 2ആയിട്ട് മടക്കിയിട്ടാണ് ചെയ്യുന്നത്. അതേപോലെ 6 ഇഞ്ച് 7 ഇഞ്ച് നമ്മൾ ബാക്ക് കഴുത്തിറക്കുവാണെന്നുണ്ടെങ്കിൽ 2 ഇഞ്ച് നമ്മൾ കുറച്ച് കൊടുക്കണം ഷോൾഡറിൽ നിന്ന്. അതേപോലെ 8 ഇഞ്ചാണെങ്കിൽ 2.5 ഇഞ്ച് കുറച്ച് കൊടുക്കണം. അതേപോലെ 9 ഇഞ്ചാണെങ്കിൽ 3 ഇഞ്ച്. ഈ ഒരു രീതിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഷോൾഡർ ബോഡി തന്നെ ഫിറ്റായിട്ടിരിക്കും. പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. നിങ്ങൾക്ക് ഷോൾഡർ ലൂസ് ഉണ്ടാവുകയോ മറ്റേ ഷോൾഡർ ചുളുക്ക് വീഴുകയോ അങ്ങനെ ഒന്നും ചെയ്യില്ല. ഇത് കറക്റ്റ് മെത്തേഡാണ് കേട്ടോ. ഇത് പ്രൊഫഷണൽസ് യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. സിമ്പിളായിട്ട് നമുക്കിത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.